സുഹൃത്തുക്കളെ, എല്ലാവർക്കും JP ടോക്സിലേക്ക് സ്വാഗതം. मेरा आप लोग इंसल्ट करना चाहते हैं, आप खुशी से करिए, आप रोज करिए, मगर एक बात मत भूलिए, जाति जनगणना को हम यहाँ पास करके दिखाएंगे. നിങ്ങൾ എത്ര വേണമെങ്കിലും എന്നെ അപമാനിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് വളരെ സന്തോഷത്തോടെ ചെയ്തുകൊള്ളൂ, എല്ലാ ദിവസവും ചെയ്തുകൊള്ളൂ. പക്ഷെ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചുകൊള്ളൂ, ജാതി സെൻസസ് ഞങ്ങൾ ഇവിടെ പാസാക്കി കാണിച്ചു തരും. ये दुनिया में एक माओवादी विचार ने सब किया हुआ है, दुनिया बर्बाद हो चुकी है. ये पूरी तरह अर्बन नक्सल उस सोच का सीधा सीधा प्रगटीकरण है. ഈ ജാതി സെൻസസ് ഈ രാജ്യത്ത് ഒരു മാവോയിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതാണ്. ലോകം ഈ ചിന്താഗതിയിൽ നശിച്ചു പോകും. ഇത് പൂർണ്ണമായി അർബൻ നക്സൽ ചിന്താഗതിയാണ് കാണിക്കുന്നത്. രാഹുൽ ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ എന്നെ എത്ര അപമാനിച്ചാലും ഈ സഭയിൽ ജാതി സെൻസസ് പാസാക്കി ഞങ്ങൾ കാണിക്കും എന്ന്. നരേന്ദ്രമോദി പറഞ്ഞത്, രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസ് എന്ന ചിന്താഗതി ശരിക്കും മാവോയിസ്റ്റുകളുടെ, അതായത് നക്സലുകളുടെ ചിന്താഗതിയാണ്. രാഹുൽ ഗാന്ധി ഒരു അർബൻ നക്സൽ ആണെന്ന്. ഇപ്പോൾ മന്ദഭക്തരുടെ വലിയ സംശയം യഥാർത്ഥത്തിൽ ആരാണ് അർബൻ നക്സൽ എന്നതാണ്. കാരണം ജാതി സെൻസസ് നടത്തുന്നത് മാവോയിസ്റ്റ് ചിന്താഗതിയും അർബൻ നക്സൽ ചിന്താഗതിയും ആണെങ്കിൽ മോദി ഇത് രണ്ടുമാണ് എന്ന് വിചാരിക്കേണ്ടി വരുമല്ലോ എന്നുള്ള വലിയ കൺഫ്യൂഷനിലാണ് അവർ. ഇപ്പോൾ ഷാഡോ പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന നരേന്ദ്രമോദി. കാസ്റ്റ് സെൻസസ് നടത്തണമെന്ന് രാഹുൽ ഗാന്ധി നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കളായ അഖിലേഷ് യാദവ്, തേജസ്വി യാദവ് തുടങ്ങിയവരൊക്കെ നിർബന്ധമായും ജാതി സെൻസസ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മോദിയും കൂട്ടരും ഇതിന്റെ പേരിൽ രാഹുൽ ഗാന്ധി അർബൻ നക്സൽ ആണ് എന്നും ഇത് രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ചെയ്യുന്നതാണെന്നും ഒക്കെ പറഞ്ഞ് അദ്ദേഹത്തെ നിരന്തരം അപമാനിക്കുകയാണ് ഇതുവരെ ചെയ്തിരുന്നത്. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി കാസ്റ്റ് സെൻസസ് നടത്തണമെന്ന് എല്ലാ വേദികളിലും നിരന്തരമായി ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു നേതാവേ ഉള്ളൂ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തെ ഇതിന്റെ പേരിൽ ഇത്രയേറെ ആക്രമിച്ചിട്ടും ഇത്രയേറെ അപമാനിച്ചിട്ടും അദ്ദേഹം തെല്ല് പോലും പിന്നോട്ട് പോയില്ല. ഒരു പൈസയുടെ നാണവും വിവേകവും ഇല്ലാത്ത BJPയുടെ അനുരാഗ് താക്കൂർ MP ഇവിടെ പാർലമെന്റിൽ ഇതിന്റെ പേരിൽ രാഹുൽ ഗാന്ധിയെ പരസ്യമായി അപമാനിക്കുന്നത് കേട്ടുകൊള്ളൂ. ओबीसी की बात, जनगणना की बात बहुत की जाती है. माननीय सभापति जी, जिसकी जात का पता नहीं वो गणना की बात करता है. രാഹുൽ ഗാന്ധി OBCയുടെ കാര്യവും ജാതി സെൻസസിന്റെ കാര്യവും വളരെയേറെ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സ്പീക്കർ, സ്വന്തം ജാതി ഏതാണ് എന്ന് അറിയില്ലാത്ത ആളാണ് ജാതി സെൻസസിനെ കുറിച്ച് പറയുന്നത്. ഇത് കേട്ട് ഇതേ നിലവാരമുള്ള ഭരണകക്ഷിയിലെ അംഗങ്ങളെല്ലാം ആർത്തലച്ച് ചിരിക്കുകയും സ്പീക്കർ ഇയാൾക്കെതിരെ യാതൊരു നടപടി പോലും എടുക്കുകയും ചെയ്തില്ല. ഇതിനു മറുപടിയായി രാഹുൽ ഗാന്ധി വളരെ സംയമനത്തോടെ, മര്യാദയോടെ, സംസ്കാരത്തോടെ പറയുന്നത് കേട്ടോ. स्पीकर सर, जो भी इस देश में दलितों की, आदिवासियों की, पिछड़ों की बात उठाता है, जो भी उनके लिए लड़ता है, उसको गाली खाना ही पड़ता है. और मैं ये सब गालियां खुशी से खाऊंगा, क्योंकि महाभारत की बात हुई तो महाभारत में अर्जुन को सिर्फ मच्छी की आंख दिख रही थी. उसी प्रकार मुझे सिर्फ मच्छी की आंख दिख रही है. जाति जनगणना हम करा के दिखाएंगे. खत्म. आपको जितनी गाली देनी है आप दीजिए, हम खुशी से लेंगे. धन्यवाद. സ്പീക്കർ സാർ, ഈ രാജ്യത്ത് ആരൊക്കെ ദളിതരുടെ, ആദിവാസികളുടെ, പിന്നോക്കക്കാരുടെ കാര്യം ഉയർത്തിക്കൊണ്ടുവരുന്നുവോ, ആര് അവർക്ക് വേണ്ടി പോരാടുന്നുവോ അവർക്ക് നിരന്തരമായി ആക്ഷേപം ഏൽക്കേണ്ടി വരും. ഞാൻ ഈ എല്ലാ അപമാനവും സന്തോഷത്തോടെ ഭക്ഷിക്കും. കാരണം മഹാഭാരതത്തിൽ അർജുനന് മത്സ്യത്തിന്റെ കണ്ണ് മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. അതുപോലെ എനിക്കും മത്സ്യത്തിന്റെ കണ്ണ് മാത്രമാണ് കാണുന്നത്. ജാതി സെൻസസ് ഞങ്ങൾ നടത്തി കാണിക്കും, തീർച്ചയായും. അതുകൊണ്ട് നിങ്ങൾ എന്നെ എത്ര അപമാനിച്ചാലും അധിക്ഷേപിച്ചാലും ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കും. അതായത് എനിക്ക് ലക്ഷ്യം മാത്രമാണ് പ്രധാനം. നിങ്ങൾ എത്ര അപമാനിച്ചാലും അധിക്ഷേപിച്ചാലും അതിനുവേണ്ടി ഞാൻ നിരന്തരം പോരാടിക്കൊണ്ടിരിക്കും. അദ്ദേഹം സംസാരിക്കുന്നത് എത്ര മര്യാദയോടെയും സംസ്കാരത്തോടെയും നെഞ്ചുറപ്പോടെയുമാണെന്ന് കേട്ടല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ സംസാരിക്കാൻ കഴിയൂ. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാം.
അത് തന്നെ, അദ്ദേഹം തന്തയ്ക്ക് പിറന്നവനാണ്, തറവാട്ടിൽ ജനിച്ചവനാണ്. രാജ്യത്തെ ഒറ്റുകൊടുത്ത രാജ്യദ്രോഹികളുടെ രക്തമല്ല അദ്ദേഹത്തിന്റെ സിരകളിലൂടെ ഒഴുകുന്നത്, മറിച്ച് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി പീഡകൾ അനുഭവിച്ച് ജയിൽവാസം അനുഭവിച്ച രാജ്യസ്നേഹം മാത്രം കൈമുതലായുള്ളവരുടെ രക്തമാണ് അദ്ദേഹത്തിൻ്റെത്. രാഹുൽ ഗാന്ധിയെ നിരന്തരം ഇതിന്റെ പേരിൽ വേട്ടയാടാനും ഭയപ്പെടുത്താനും നരേന്ദ്രമോദി ഉൾപ്പെടെ BJPയിലെ എല്ലാ നേതാക്കളും 2 രൂപ കൂലികളും ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം 1 മില്ലി ലിറ്റർ പോലും ഇതിൽ നിന്ന് പിൻവാങ്ങാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. അദ്ദേഹം പലപ്പോഴും പറഞ്ഞത്, സർക്കാർ നിങ്ങളുടേതാണെങ്കിലും ഭരണം ഞങ്ങളുടേതാണ്, രാജ്യത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾ നടത്തി കാണിക്കും എന്നാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് കേട്ടുകൊള്ളൂ. जाति जनगणना हो, 50% रिजर्वेशन हो, मेरे लिए ये जो हिंदुस्तान के जो आत्मा है, 90% जिसको मैं कहता हूं, गरीब लोग हैं, किसान हैं, उनको इस देश में शामिल करने की के औजार है. और मेरे लिए ये मिशन है, मेरे लिए ये इसमें कोई मतलब आप देखोगे आने वाले समय में പൊളിറ്റിക്കൽ നുക്സാൻ भी होगा तब भी करूंगा. ജാതി സെൻസസ് എന്നതും റിസർവേഷൻ 50% മുകളിൽ വേണമെന്ന് ഉള്ളതും എനിക്ക് ഭാരതത്തിന്റെ ആത്മാവ് എന്ന് പറയുന്ന 90% വരുന്നവരുടെ പിന്നോക്കക്കാരെയും പാവപ്പെട്ടവരെയും കൃഷിക്കാരെയും ഒക്കെ ഈ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ പങ്കാളികളാക്കാനുള്ള മാർഗമാണ്. എനിക്കിതൊരു മിഷനാണ്, എൻ്റെ ജീവലക്ഷ്യമാണ്. അതായത് ഇതിൽ നിന്നും താൻ ഒരിക്കലും പിന്നോക്കം പോവുകയില്ല എന്ന്. എന്തിനേറെ പറയുന്നു, ഈ അടുത്ത കാലത്ത് നടന്ന പഹൽഗാം തീവ്രവാദ ആക്രമണം പോലും രാഹുൽ ഗാന്ധിയുടെ ജാതി സെൻസസ് നടത്തണം എന്നുള്ള ആവശ്യത്തെ ആക്രമിക്കാനുള്ള ഒരു അവസരമായാണ് നെറികെട്ട സംഘിക്കൂട്ടങ്ങൾ കണ്ടത്. ഇവിടെ BJPയുടെ ഛത്തീസ്ഗഡ് ഘടകം ഭീകരാക്രമണത്തിൽ മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ അരികത്തിരിക്കുന്ന യുവതിയുടെ ചിത്രം ഒരു കാർട്ടൂൺ ആക്കിക്കൊണ്ട് എഴുതിയിരിക്കുന്നത് കണ്ടാൽ യഥാർത്ഥ രാജ്യസ്നേഹികളുടെ രക്തം തിളയ്ക്കണം. അവർ എഴുതിയിരിക്കുന്നത് മതം ചോദിച്ചു, ജാതി ചോദിച്ചില്ല, ഓർമ്മയിൽ ഇരിക്കണമെന്ന്. എന്തൊരു നികൃഷ്ടമായ വർഗമാണ് എന്ന് ഓർക്കണം. സ്വന്തം ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കണ്ട് സങ്കടം അടക്കാനാവാതിരിക്കുന്ന ഈ യുവതിയുടെ ചിത്രം വെച്ചുകൊണ്ട് അവരുടെ നെറികെട്ട വൃത്തികെട്ട ക്രൂരമായ രാഷ്ട്രീയം കളിക്കാനുള്ള ആ മനോഭാവം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി മോദിയും കൂട്ടരും അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുമടക്കി ജാതി സെൻസസ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാഹുൽ പറയുക മാത്രമല്ല ചെയ്യിപ്പിച്ചു കാണിക്കും എന്നുള്ളതിന്റെ മറ്റൊരു വ്യക്തമായ തെളിവാണല്ലോ ഇത്. ഇവിടെ ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറയുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, രാഷ്ട്രീയ കാര്യങ്ങൾക്കായുള്ള ക്യാബിനറ്റ് കമ്മിറ്റി വരുന്ന സെൻസസിൽ ജാതി സെൻസസും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടുപോകുന്നത് പ്രതിപക്ഷമാണ് എന്ന്. ഇവിടെ ഒരാൾ പങ്കുവച്ചിരിക്കുന്ന ഈ ചിത്രം വളരെ രസകരമാണ് എന്ന് പറയാതെ വയ്യ. രാഹുൽ ഗാന്ധി ഇവിടെ പരീക്ഷ എഴുതുന്നു, അത് കണ്ട് കോപ്പി അടിക്കുകയാണ് നരേന്ദ്രമോദി. വളരെ അർത്ഥവത്താണ് എന്ന് പറയാതെ വയ്യ. അദ്ദേഹം പറയുന്നു മോദി അതേപോലെ കോപ്പി ചെയ്യുന്നു. ഏതാണ്ട് 1 മാസം മുൻപാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജാതി സെൻസസിനെ പിന്തുണയ്ക്കാത്തവർ ആന്റി നാഷണൽ അല്ലെങ്കിൽ ദേശദ്രോഹികൾ ആണ് എന്ന്. അത് പറഞ്ഞ് ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും മോദിക്കും കൂട്ടർക്കും അദ്ദേഹത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി കുമ്പിട്ട് വണങ്ങേണ്ടി വന്നു. ഇതിന്റെ പേരിൽ അദ്ദേഹത്തെ അവർ പരിഹസിച്ചു, വിമർശിച്ചു, ആക്രമിച്ചു, അപകീർത്തി വരുത്തി. പക്ഷെ അവസാനം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മുന്നിൽ ബ്രിട്ടീഷുകാർക്ക് കീഴടങ്ങേണ്ടി വന്നതുപോലെ രാഹുൽ ഗാന്ധിയുടെ ചങ്കുറപ്പിന് മുന്നിൽ മോദിക്കും കൂട്ടർക്കും ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്നു. ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല മോദിയുടെ യു-ടേൺ. ഇതിനു മുൻപ് വനിതാ സംവരണ ബിൽ പാസാക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടപ്പോൾ അത് നിരന്തരം നിരസിച്ചുകൊണ്ടിരുന്ന മോദിക്ക് അവസാനം അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുമടക്കി പാസാക്കേണ്ടി വന്നു. അതുപോലെ മോദിയുടെ 3ാം ടൈമിൽ ലാറ്ററൽ എൻട്രി നിർത്തലാക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോൾ ഒരിക്കലും നിർത്തലാക്കുകയില്ല എന്ന് കുറെ നാൾ പറഞ്ഞ ശേഷം അവസാനം അതിന്മേലും യു-ടേൺ എടുത്ത് രാഹുൽ ഗാന്ധിയുടെ സമ്മർദ്ദഫലമായി ലാറ്ററൽ എൻട്രി റദ്ദാക്കേണ്ടി വന്നു. മോദിയുടെ ബിസ്ക്കറ്റ് തിന്നുകൊണ്ടിരിക്കുന്ന ഗോദി മീഡിയകൾ എല്ലാം രാഹുൽ ഗാന്ധിയെ ഇതിന്റെ പേരിൽ നിരന്തരം ആക്ഷേപിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നടപ്പിലാക്കി കാണിച്ചപ്പോൾ ഇവർ ആരെങ്കിലും ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയമായി ചിത്രീകരിക്കുമോ? ഒരിക്കലുമില്ല. കാരണം വെറും നാണംകെട്ട നെറുകെട്ട 2 രൂപ കൂലികൾ മാത്രമാണ് ഇന്ത്യയിലെ ഗോദി മീഡിയകൾ എല്ലാവരും. ഇന്ത്യയിലെ മീഡിയകളിൽ ശരിയായ പത്രപ്രവർത്തനം നടത്തുന്ന ചുരുക്കം പേരിൽ ഒരാളായ
ഇന്ത്യ ടുഡേയുടെ രാജ്ദീപ് സർദേശായി മാത്രമാണ് ഇതിനെക്കുറിച്ച് രാഹുലിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കേന്ദ്ര ഗവൺമെന്റ് ജാതി സർവേ നടത്താൻ പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. രാഹുൽ ഗാന്ധി ജാതി സെൻസസ് എന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ നെടുന്തൂണായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ മോദി സർക്കാർ വഴങ്ങിയിരിക്കുന്നു. ഇനി ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കാണിക്കാൻ സാധിക്കും എങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ രാജ്യത്തിന് എത്ര വലിയ നേട്ടമായിരുന്നു ഉണ്ടാവുക എന്നതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ജാതി സെൻസസ് നടത്തും എന്ന് പ്രഖ്യാപിച്ച ഇപ്പോഴത്തെ സമയമാണ്. പഹൽഗാമിൽ തീവ്രവാദികൾ ക്രൂരമായ ആക്രമണം നടത്തി 28 നിരപരാധികളായ ഇന്ത്യക്കാരെ കൊലപ്പെടുത്തിയിട്ട് ഇന്ന് 11 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇതുവരെയും ഒരാളെ പോലും പിടിക്കാനോ എന്തെങ്കിലും നടപടിയെടുക്കാനോ മോദിക്കും കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. ആകെ ചെയ്തത് ബീഹാറിൽ ചെന്ന് ഇംഗ്ലീഷ് ആണെന്നുള്ള രീതിയിൽ ഏതോ ഭാഷയിൽ തീവ്രവാദികളുടെ തലമണ്ട പൊട്ടിക്കും എന്ന് പറയുക മാത്രമാണ്. ഭക്തന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത് തീവ്രവാദാക്രമണം നടന്ന 22-ാം തീയതി തന്നെ പാകിസ്ഥാന് മേൽ കനത്ത ആക്രമണം ഉണ്ടാകും, പാകിസ്ഥാൻ ഇന്ന് രാത്രി ഉറങ്ങുകയില്ല എന്നൊക്കെയാണ്. അപ്പോൾ വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായി, ഈ ആക്രമണം നടന്നു എന്ന് മാത്രമല്ല, അത് നടന്നിട്ട് ഇത്ര ദിവസങ്ങളായിട്ട് പോലും അതിന് ഉത്തരവാദികളായവരെയും അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും പിടിക്കാൻ കഴിഞ്ഞില്ല, യാതൊരു നടപടികളും എടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ രാജ്യമെമ്പാടും മോദിയുടെയും കൂട്ടരുടെയും കഴിവുകേടിൽ അവർക്കെതിരെ വലിയ ജനവികാരമാണ് ഉയരുന്നത്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു തന്ത്രമായി വേണം ഇതിനെ കരുതാൻ. എന്തോ വലിയ കാര്യം ഇപ്പോൾ പാകിസ്ഥാന് മേൽ ഉണ്ടാവുമെന്ന് ജനങ്ങൾ കരുതിയിരുന്ന സമയത്താണ് ഈ ജാതി സെൻസസ് നടത്തും എന്നുള്ള തീരുമാനം കൊണ്ടുവരുന്നത്. അതുവഴി ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ തിരിച്ച് രാജ്യത്ത് നേരിട്ട വലിയ തീവ്രവാദി ആക്രമണത്തിൽ നിന്നും ജാതി സെൻസസിലേക്ക് തിരിച്ചു. രാജ്യത്തെ ഗോതി മീഡിയകളെല്ലാം പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്നത് ചർച്ച ചെയ്യുന്നത് നിർത്തി ഇത് ഇനി ജാതി സെൻസസിന്റെ കാര്യമായിരിക്കും 24 മണിക്കൂറും ഡിബേറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. താങ്ക്